നമസ്കാരം. പൊങ്കാല കുളമാക്കിയതിൽ ആറ്റുകാലമ്മ കട്ടക്കലിപ്പിലാണ്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം കൂടി മുട്ടിച്ചിട്ടുണ്ട്. കേശവദാസപുരം ലക്ഷ്മി നഗർ പ്രദേശത്താണ്. ഇവിടെ വെള്ളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ വെള്ളം വരുമെന്ന് അറിയിച്ച സമയം ഇന്നലെ വൈകുന്നേരമായിരുന്നു. പക്ഷേ അതിനുശേഷം പൈപ്പ് പൊട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള 22 വാർഡുകളിൽ വെള്ളം ഉണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത്. 19-ാം തീയതി വരെ ഭാഗികമായും പൂർണ്ണമായും 22-ാം തീയതി വരെ ഭാഗികമായും മുടങ്ങും എന്നുള്ളൊരു മുന്നറിയിപ്പ് വരികയാണ്. അമ്പലമുക്കിലാണ് ഇന്നലെ പൈപ്പ് പൊട്ടി വലിയ പ്രതിസന്ധി ഉണ്ടായത്. ഒരുപാട് സമയം വെള്ളം അതിനുശേഷമാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞത്. നിലവിൽ എന്തായാലും വീടുകളിലടക്കം വെള്ളമില്ല. ഈ ടാങ്കിലൊക്കെ വെള്ളം പിടിച്ചു വെച്ച വെള്ളം എത്ര സമയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. ഇത്രയധികം ദിവസം ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ടാങ്കർ ഒന്നും വന്നിട്ടില്ല. ഈ ഭാഗത്തൊന്നും ടാങ്കർ വന്നിട്ടില്ല, വെള്ളത്തിന് വന്നിട്ടില്ല. നാലാഞ്ചിറ കഴക്കൂട്ട മേഖലയിലേക്ക് ടാങ്കറുകൾ വിട്ടിട്ടുണ്ട് എന്നാണ് ഈ ഏരിയയിൽ വന്നിട്ടില്ല, നമ്മുടെ അറിവിൽ വന്നിട്ടില്ല. അതാണ് കോർപ്പറേഷൻ പറയുന്നത്. ഈ ടാങ്കറുകൾ പരമാവധി ടാങ്കറുകൾ ഇറക്കി വെള്ളം എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ്. പക്ഷേ ആദ്യം വന്നിരുന്ന വാർത്ത എന്ന് പറയുന്നത് മുട്ടട, നാലാഞ്ചിറ, അതോടൊപ്പം തന്നെ കേശവദാസപുരം, പട്ടമടക്കമുള്ള മേഖലകളിൽ കുടിവെള്ളം മുടങ്ങുമെന്നായിരുന്നുവെങ്കിൽ രാത്രി വൈകിവെന്ന മുന്നറിയിപ്പിൽ പറയുന്നത് 22 വാർഡുകളിൽ വെള്ളം മുടങ്ങുമെന്നാണ്. അത് ചെറിയ കാര്യമല്ല. 22 വാർഡ് എന്ന് പറയുമ്പോൾ ആകെയുള്ള 100 വാർഡിൽ 22 എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യ തന്നെയാണ്. വലിയൊരു പ്രദേശം തന്നെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പ്രശ്നപരിഹാരം എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് ആളുകൾ ആശങ്കയോടെ കാണുന്നത്. ഒരു എരണം കെട്ടവരാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ വന്നത് എന്ന് ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, നിങ്ങൾ ആ അധികാരത്തിൽ വന്ന ദിവസത്തിൽ തുടങ്ങി ഇന്നത്തെ ദിവസം വരെ എത്തുമ്പോൾ ഇന്നത്തെ വാർത്ത നോക്കി. അമ്പലമുക്കിൽ പൈപ്പ് പൊട്ടി, 23 വാർഡുകളിൽ കുടിവെള്ളമില്ല. ഈ ചൂട് സമയത്ത് നഗരനിവാസികൾക്ക് ബ്ലൂ പ്രിന്റ് വികസനവുമായിട്ട് വന്നവർ അധികാരത്തിലേറി ആറ്റുകാൽ പൊങ്കാല വരെ കുളമാക്കി. ഒപ്പം തന്നെ അവരുടെ ആഹാരം എങ്ങനെ ഗ്യാസ് ഇല്ലാതെ നിവേദ്യം വരെ മുട്ടിച്ച സാഹചര്യം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോപിക്കുമോ ഇല്ലയോ? അങ്ങനെ ആറ്റുകാലമ്മയുടെ കോപത്തിന് പാത്രമായി തീർന്നിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ എന്ന് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട് നഗരത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്രയും പ്രതിസന്ധി ഈ അടുത്ത കാലത്ത് എങ്ങും ഉണ്ടായിട്ടില്ല. ഞങ്ങളിലേക്ക് ഒരു തവണ അധികാരം തന്ന് നോക്കിയതേ ഉള്ളൂ. 3 മാസം തികയുന്നതിന് മുന്നോടിയായിട്ട് നഗരവാസികൾക്ക് തികഞ്ഞൊരവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച്, 23 വാർഡുകളിലാണ് കുടിവെള്ളമില്ലാത്ത അവസ്ഥ. ഇതിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പല വീടുകളിലും വെള്ളം ശേഖരിച്ചു വെച്ചിട്ടില്ല. ഒന്നാമത് ഇവരുടെ കേന്ദ്രത്തിന്റെ ബ്ലൂ പ്രിന്റ് വികസനം കൊണ്ട് ഗ്യാസ് ഇല്ലാത്ത അവസ്ഥയാണ്. പലരും വേവിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. കഴിക്കാനേ ഇല്ല, പിന്നെന്തിനാ വെള്ളം എന്നുള്ളതാണ് ഇവരുടെ സമീപനം. അതുകൊണ്ട് കുടിവെള്ളം കൂടി അങ്ങ് മുട്ടിച്ചു. തലസ്ഥാനവാസികളെ സംബന്ധിക്കുന്നിടത്തോളം പാചകം ചെയ്ത് കഴിക്കാൻ ഗ്യാസും ഇല്ല. ഇപ്പോൾ പാചകം ചെയ്യാനോ വെള്ളം കുടിച്ച് കിടക്കാമോ എന്ന് വിചാരിച്ചാൽ അതിന് വെള്ളവുമില്ലാത്ത അവസ്ഥയായി. എന്തൊരു മികച്ച ഭരണമാണ്! 3 മാസത്തിനകത്ത് ഒരു നാടിന് അല്ലെങ്കിൽ ഒരു നഗരത്തിന് ഇത്രയും മികച്ച അവസരങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മറ്റാർക്കാണ് കഴിയുക? വല്ലാത്ത ജാതി കഴിവ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ വലിയ പ്രതീക്ഷകൾ വയ്ക്കാറുണ്ട്. ആ പ്രതീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവിക്കുമ്പോൾ നിങ്ങൾ മറ്റാരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. ചിന്തിക്കേണ്ടിയിരുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന അപകടം ഇതാണ്. ഇവരെ സംബന്ധിച്ച് ഡയലോഗ് അടിക്കാനല്ലാതെ ഒരു ചുക്കും അറിയില്ല. ഒരു കാര്യങ്ങൾ വേണ്ട വിധേന വൃത്തിക്കും വെടിപ്പിനും ചെയ്യാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ അറിയാത്തവർ കയറി ഇരുന്നാൽ സംഭവിക്കാവുന്ന സാമാന്യമായ പ്രശ്നമാണ്. ഇപ്പോൾ കുടിവെള്ള പൈപ്പ് പൊട്ടിയ പ്രശ്നം, അത് മേയർ എന്തെങ്കിലും ചെയ്താണോ? മേയർ ഒന്നും ചെയ്തതല്ല. അതിനാണ് നേരത്തെ പറഞ്ഞ കണക്ക് എരണം കെട്ടവർ എവിടെയെങ്കിലും ഇരുന്നാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന്. അടിക്കടി ബാക്ക് ടു ബാക്ക്, അതായത് ആറ്റുകാൽ പൊങ്കാല സമയത്ത് നോക്കിയേ, നഗരം മുഴുവൻ കുടിവെള്ള പ്രശ്നമായിരുന്നു. ആരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു? വാട്ടർ അതോറിറ്റിയുടെ. ഇപ്പോൾ ആരെ കുറ്റം പറയും? ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, വാട്ടർ അതോറിറ്റി. നഗരം ഭരിക്കേണ്ട ഉത്തരവാദിത്വം ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള കോർപ്പറേഷനാണ്. അവിടെ എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ ഉത്തരവാദി നഗരസഭ ഭരിക്കുന്നവർക്കാണ്. ഞങ്ങൾക്കൊന്നിനും ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ കൈയൊഴിയുമ്പോൾ തിരുവനന്തപുരം നഗരം 3 മാസത്തിനകത്ത് ജലം നട്ടം തിരിയുന്ന അവസ്ഥയിലെത്തി. ഗ്യാസ് ഇല്ല, വെള്ളമില്ല, ഇപ്പോൾ കുടിക്കാനോ തിന്നാനോ ഒന്നിനും പറ്റാത്ത രീതിയിലേക്ക്, വലിയ പ്രതിസന്ധിയിലേക്ക് ഡബിൾ എഞ്ചിൻ കൊണ്ട് എത്തിച്ചതിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. എന്തായാലും ഇതിനോടൊപ്പം തന്നെ റെയിൽവേയുടെ രീതിയിലുള്ള ഒരു വികസനം കൂടി വന്നിട്ടുണ്ട്. നോക്കിയേ, കുന്നുകൂടിയിട്ടുണ്ട് റെയിൽവേ കൊണ്ട് തള്ളുന്ന മാലിന്യങ്ങൾ. കോർപ്പറേഷന് യാതൊരു പരാതിയുമില്ല. തള്ളിക്കോ, നാട്ടുകാരുടേതല്ലേ, നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആ രീതിയിലേക്കാണ് നഗരത്തിന്റെ പ്രധാന കേന്ദ്രത്തിൽ റെയിൽവേയുടെ മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്നത്. അടിമുടി നോക്കുമ്പോൾ നഗരം മാലിന്യ കേന്ദ്രമായിട്ടുണ്ട്. തിന്നാനും കുടിക്കാനും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അങ്ങനെ ദുരിത കയത്തിലേക്ക് ഒരു നഗരത്തെ കേവലം 3 മാസം കൊണ്ടെത്തിച്ച ആ ബ്ലൂ പ്രിന്റ് വികസനം നാട് കാണാതിരിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ.